ജീവസുറ്റ ഗണപതി ശില്പം അല്ലേ? ഈ കലാകാരന്മാരാണ് ഇത് കൊത്തി ഉണ്ടാക്കിയത്. ദൈവികതയോടുകൂടി ഉണ്ടാക്കിയ ഇത്തരം ശില്പങ്ങൾ കരകൗശല വികസന കോർപ്പറേഷന് നൽകി. പക്ഷെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ്, നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ, എന്താണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം? സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു MD ചാർജ് എടുത്തതിന് ശേഷം എൻ്റെ സാധനം കൊടുക്കുന്നില്ല, പൈസയും തരണില്ല. ഹരിയർ ഉൾപ്പെടെയുള്ള 4.5 ലക്ഷം രൂപ തരാറുണ്ട്. മിനിസ്റ്റർ ഓഫീസിൽ പോയി പരാതി കൊടുത്തു. പരാതി കൊടുത്തതാണ് കുറച്ചുകൂടെ രൂക്ഷമായത്. ഞാൻ പരാതി എന്തിനു കൊടുത്തു, എന്നാൽ പരാതി കൊടുത്താലും പൈസ തന്നില്ല, പൈസ കൊടുക്കാതെ തന്നാലും പൈസ തരില്ല. കൊഞ്ചിറവളയിലെ ഈ കാണുന്ന ഷെഡാണ് ഇവരുടെ പണിപ്പുര. ഇവിടെയാണ് ഇവർ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്, കരകൗശല കോർപ്പറേഷന് വേണ്ടിയുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, വിവിധ തരത്തിലുള്ള ശില്പങ്ങൾ. ഗണപതി ശില്പമൊക്കെ ഇങ്ങനെ തറയിൽ കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഇതെല്ലാം നിർമ്മിച്ചത് ഈട്ടിയിലാണ്. ഈട്ടി തടിയുടെയൊക്കെ ഒരു വില എത്രമാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ ഈട്ടിത്തടിയിൽ നിർമ്മിച്ച ഇത്തരത്തിലുള്ള ശില്പങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ തൊഴിലാളികളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്, പട്ടിണിയിലാണ്. ഇഷ്ടക്കാർ മാത്രം തിരഞ്ഞെടുത്ത് ജാതീയപരമായും മറ്റു കാര്യങ്ങളിലൊക്കെ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ 40 വർഷം കൊണ്ട് ഈ സാധനം സപ്ലൈ ചെയ്യുന്ന എനിക്ക് പൈസ തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊഴിലാളികൾ, ഇപ്പം എനിക്ക് 4 തൊഴിലാളികളുണ്ട്, 4 പട്ടിണി പരിവട്ടമാണ്. ഓണത്തിന് പോലും 5 പൈസ തന്നില്ല. എല്ലാവർക്കും പൈസ കൊടുത്തു, പക്ഷെ എനിക്ക് മാത്രം തന്നില്ല. ഈ പരാതിയുമായി സർക്കാരിനോട്, മന്ത്രിയോടടക്കമുള്ള ആളുകളോട് ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണം അവിചാരിതമായി ഇവിടെ ഒരു ശില്പത്തിൽ കണ്ടു. ഇതാണ്: കാണാതെ കേൾക്കാതെ മിണ്ടാതെ ഇരിക്കുകയാണ് സർക്കാരും അധികൃതരും. ഇത് പർച്ചേസ് ബില്ലാണ്. ഇത് ഞാൻ അടിച്ചതല്ല, അവരടിച്ചു തന്ന ഇതാണ്. വിവരാവകാശ നിയമം അനുസരിച്ച് 7,54,51,000 ചില്ലറ പൈസ സപ്ലൈസിന് കൊടുക്കാനുണ്ടെന്ന് രേഖാമൂലം എഴുതി തന്നിരിക്കുകയാണ്. ഇത് മുഴുവൻ സപ്ലൈസിനും കൂടെ? മുഴുവൻ സപ്ലൈസിന് കൊടുക്കരുത്. എനിക്കൊരു ഭാഗം 4.5 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ഒറ്റയാൻ സമരമാണെങ്കിലും സമരം നടത്തിക്കൊണ്ട്, ഒറ്റയാൻ പോരാണെങ്കിലും. ഇങ്ങനെയുള്ള തടിശില്പങ്ങൾ നിർമ്മിക്കാൻ തൊഴിലാളികൾക്കുള്ള അധ്വാനവും അർപ്പണബോധവും എത്രത്തോളമാണ് എന്ന് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ള ശില്പികളോടാണ് കരകൗശല വികസന കോർപ്പറേഷൻ നീതികേട് കാണിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നൽകാനുള്ള പണം എത്രയും വേഗം നൽകണം. പ്രേംശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.